ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. ഭരണവിരുദ്ധ വികാരം, ശബരിമല സ്വർണ്ണക്കൊള്ളയും വിഭാഗീയതയും തോൽവിക്ക് കാരണമായെന്ന് നേതാക്കൾ വിമർശിച്ചു. മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും മന്ത്രിമാരുടെ ഓഫീസിനെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലെ ചർച്ച. ഭരണപരമായ നടപടികളോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട്. അത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. എല്ലാം ഭരണത്തിന് വിട്ടുകൊടുത്ത് പാർട്ടി മാറി നിൽക്കുന്നതിന്റെ കുഴപ്പങ്ങൾ ഏറെയുണ്ടെന്ന് നേതാക്കൾ വിമർശിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ചതാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത്. മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനത്തിനെതിരെ MLA തന്നെ വിമർശനം ഉന്നയിക്കുന്നതിനും ജില്ലാ കമ്മിറ്റി യോഗം സാക്ഷിയായി. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കേണ്ട ഗതികേടിലാണ് MLA-മാരെന്നായിരുന്നു വിമർശനം. നെയ്യാറ്റിങ്കര MLA KA ആൻസലിനാണ് ഈ വിമർശനം ഉന്നയിച്ചത്. MLA-യും മുൻ മേയറുമായ VK പ്രശാന്തും വിമർശനവുമായി രംഗത്തെത്തി. മേയർ ആര്യ രാജേന്ദ്രന് എതിരെയായിരുന്നു VK പ്രശാന്തിന്റെ വിമർശനം. മേയർ എന്ന നിലയിൽ ആര്യയുടെ പ്രവർത്തനം ശരിയായിരുന്നില്ല. നഗരസഭയെ ജനകീയമായി മുന്നോട്ട് നയിക്കുന്നതിൽ ആര്യയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു പ്രശാന്തിന്റെ വിമർശനം. വിഭാഗീയതയാണ് നഗരസഭയുടെ ഭരണം നഷ്ടമാകാൻ കാരണമെന്ന് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച SP ദീപക് ആരോപിച്ചു. ഏരിയ സെക്രട്ടറിമാരെ കൂട്ടത്തോടെ മത്സരിക്കാനിറക്കിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദീപകിന്റെ കുറ്റപ്പെടുത്തൽ. തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ MV ഗോവിന്ദന്റെ പ്രതികരണം. കൊല്ലം, തിരുവനന്തപുരം നഗരസഭകൾ നഷ്ടപ്പെട്ടതും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കൈവിട്ടതും ചൂണ്ടിക്കാട്ടിയാണ് വൻ തോൽവി എന്ന് പറയുന്നത്. അവിടങ്ങളിൽ ജയിച്ചിരുന്നെങ്കിൽ ചിത്രം മറ്റൊന്നായേനെയെന്നും MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല തിരിച്ചടിയായോ എന്നതിൽ ഭിന്നിച്ച് CPM സംസ്ഥാന ജില്ലാ നേതൃത്വം. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. എന്നാൽ ശബരിമല തിരിച്ചടിയായിട്ടില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ചെയ്ത കുറ്റം സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ A പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തതെന്നും MV ഗോവിന്ദൻ ന്യായീകരിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനൊപ്പം കാറിൽ വന്നത് സംബന്ധിച്ചും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ തോൽവിയിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന CPM ജില്ലാ നേതൃത്വം പരാജയത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്നും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും വിമർശിച്ചുകൊണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി V ജോയ് അവതരിപ്പിച്ച റിപ്പോർട്ട്. തുടർന്ന് നടന്ന ചർച്ചയിലും ശബരിമല തിരിച്ചടിയായെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വീടുകളിൽ പ്രചാരണ പരിപാടികളുമായി എത്തുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതും ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കിയെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ഒരുമിച്ച് കാറിൽ വന്നിറങ്ങിയതിനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ചർച്ചകൾക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടേയില്ല എന്നായിരുന്നു പ്രതികരിച്ചത്. ക്ഷേത്രനഗരികളിലെ വിജയവും മറ്റും ചൂണ്ടിക്കാട്ടിയായിരുന്നു ശബരിമല ഫലത്തെ സ്വാധീനിച്ചില്ലെന്ന് MV ഗോവിന്ദൻ ന്യായീകരിച്ചത്. ശബരിമല തിരിച്ചടിയായില്ല, അത് പ്രചാരണം മാത്രമാണെന്നാണ് ഗോവിന്ദന്റെ വാദം. A പത്മകുമാറിനെതിരെ നടപടി വൈകുന്നതിനെയും MV ഗോവിന്ദൻ ന്യായീകരിച്ചു. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് കുറ്റകൃത്യത്തിൽ വ്യക്തത വരാത്തത് കൊണ്ടാണ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടോ, സാങ്കേതിക പിഴവാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. എന്തുതരം വീഴ്ചയാണ് പത്മകുമാറിനുണ്ടായതെന്ന് വ്യക്തമാക്കുന്ന FIR-ഉം മുന്നിലില്ല. കേസിൽ വ്യക്തത വന്നാൽ നടപടിയെടുക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി UDF. ഫെബ്രുവരിക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി പ്രകടന പത്രിക പുറത്തിറക്കാനാണ് തീരുമാനം. മുന്നണി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി PV അൻവറിനെയും CK ജാനുവിനെയും അസോസിയേറ്റ് മെമ്പർമാരായി UDF-ൽ ഉൾപ്പെടുത്തി. ഇനി പ്രവർത്തനം വാർഡുകളിൽ നിന്ന് ബൂത്തുകളിലേക്ക് എന്ന ആമുഖത്തോടെ നിയമസഭാ പോരാട്ടത്തിന് ഒരുങ്ങുകയാണെന്ന് VD സതീശൻ പറയുന്നു. ജനുവരി ആദ്യത്തോടെ തന്നെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവതരിപ്പിക്കും. പുതിയൊരു കേരളത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും VD സതീശൻ. മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികളെ UDF-ന്റെ അസോസിയേറ്റ് മെമ്പർമാരായി ഉൾപ്പെടുത്താനും ധാരണയായി. UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ 3 പാർട്ടികളെയും UDF-ന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. UDF-ലേക്കുള്ള ക്ഷണം അംഗീകാരമായി കാണുന്നുവെന്ന് PV അൻവർ.
സന്തോഷമെന്ന് CK ജാനു. അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പരിഗണിച്ചിരിക്കുന്നത് അത് വളരെ സ്വാഗതാർഹമാണ്. ശരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നാണ് UDF പ്രതീക്ഷ. ഫെബ്രുവരിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടത്തും. നിലവിലെ സർക്കാർ വിരുദ്ധ നിലപാട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് UDF വിലയിരുത്തൽ. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. കണ്ണൂരിലെ പയ്യന്നൂരിൽ ഒരു വീട്ടിൽ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമന്തളി സ്വദേശി KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിവരാണ് മരിച്ചത്. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് സംശയം. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് അജീഷ്, ഈ രാത്രി വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണല്ലോ വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, ഇന്ന് രാത്രി 8 മണിയോടെയാണ് ഇവർ ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാമന്തളി സ്വദേശികളാണ് മരിച്ചവർ. വടക്കുംപാട് KT കലാധരന്റെ മക്കളായിട്ടുള്ള ഹിമ, ഒപ്പം തന്നെ കണ്ണൻ. ഹിമയ്ക്ക് 5 വയസ്സും കണ്ണന് 2 വയസ്സുമാണ്. അമ്മ ഉഷയും മരിച്ചിട്ടുണ്ട്. അമ്മ ഉഷയ്ക്ക് 60 വയസ്സാണ്. ഈ കലാധരനെയും ഉഷയും തൂങ്ങിയ നിലയിലും കുട്ടികളെ നിലത്ത് കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ ആത്മഹത്യ ചെയ്തതാകാമെന്നുള്ള ഒരു സംശയമാണ് പോലീസ് ഇപ്പോൾ ഉയർത്തുന്നത്. പോലീസ് ഇപ്പോൾ ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവരുടെ അച്ഛൻ, ഈ കലാധരന്റെ അച്ഛൻ, ഉഷയുടെ ഭർത്താവ് ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ്, വൈകിട്ട് എത്തിയപ്പോഴേക്കും വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. അതിനുശേഷം സംശയം തോന്നി പോലീസിൽ പരാതി നൽകി വീട് കുത്തി തുറന്നപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ നേരത്തെ ഈ പോലീസ് കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഗാർഹിക പീഡനത്തിനടക്കം ഈ കലാധരന്റെ അമ്മയ്ക്കും അച്ഛനുമെതിരെ കേസുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല കലാധരന്റെ അച്ഛൻ പോക്സോ കേസിലും പ്രതിയാണ്. അങ്ങനെ കുടുംബ പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കലാധരന്റെ ഭാര്യ ഇവിടെ ഇവരുടെ കൂടെ അല്ല താമസം. നിലവിൽ അവരുടെ വീട്ടിലാണ് താമസം. ഇവരെ മാത്രമാണ്, ഇവർ 5 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. എന്തായാലും കുടുംബ പ്രശ്നമാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ളൊരു സംശയമാണ് പോലീസ് ഉന്നയിക്കുന്നത്. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റുള്ളവർ ആത്മഹത്യ ചെയ്തു എന്നാണ് സംശയം. പോലീസ് വിശദമായി പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ കോർ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം. ക്രിസ്ത്യൻ വോട്ട് ഒഴുകുമെന്ന് ചിലർ രാജീവ് ചന്ദ്രശേഖരനെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് നേതാക്കൾ വിമർശിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത് വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോഴും സംസ്ഥാനമൊട്ടാകെയുള്ള പ്രകടനം ദയനീയമാണ് എന്നാണ് യോഗത്തിലെ പൊതുവിലയിരുത്തൽ. കേരളത്തിൽ BJP അനുകൂല തരംഗമുണ്ടായിട്ടും അത് മുതലെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പുതുതായി ചേർത്ത 6 ലക്ഷം വോട്ടുകൾ എവിടെ പോയെന്ന് N. ഹരി ചോദിച്ചു. മുനിസിപ്പാലിറ്റികളിൽ ആകെ 4 സീറ്റുകൾ മാത്രമാണ് വർദ്ധിപ്പിക്കാനായത്. ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ലക്ഷ്യം കണ്ടില്ലെന്ന് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. BJPയിലെ ക്രിസ്ത്യൻ നേതാക്കളെ വോട്ടർമാർ വിശ്വസിച്ചില്ലെന്നും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കാണിച്ച അമിത ആവേശം ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായെന്നും വിമർശനമുയർന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പാക്കാമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതായും ഔട്ട്റീച്ച് പരിപാടികളുടെ പേരിൽ കോടികൾ മുക്കിയതായും ആരോപണമുയർന്നു. കണ്ണൂരിലും കൊല്ലത്തും പ്രകടനം മെച്ചപ്പെടുത്തിയെങ്കിലും ഉറച്ച വാർഡുകൾ പലതും നഷ്ടപ്പെട്ടത് ഗൗരവമായി കാണണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. എന്നാൽ വോട്ട് കുറഞ്ഞത് CPIM കോൺഗ്രസ് അവിശുദ്ധ സഖ്യം മൂലമാണെന്ന് പറഞ്ഞ് പരാജയത്തെ പ്രതിരോധിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം. കേരളത്തിൽ 3000-ലേറെ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് വാർഡിലും മുനിസിപ്പൽ വാർഡിലും CPIM-ഉം കോൺഗ്രസും പരസ്പരം സഹായിച്ചിട്ട് ഞങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട്. ചില പഞ്ചായത്തുകളുടെ ഭരണം തന്നെ ഞങ്ങൾക്ക് നഷ്ടമായത് ഇവ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് 2 മുന്നണികൾക്കും എതിരായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ പരീക്ഷണത്തിൽ കോർപ്പറേഷൻ ഭരണം നേടാനായെങ്കിലും അടിസ്ഥാന വോട്ടുകൾ നഷ്ടമാകുന്നത് നേതൃത്വത്തിന് തലവേദനയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ശൈലി തുടരുമോ അതോ പുതിയ അടവ് നയങ്ങൾ രൂപീകരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അജീഷ് ജയകുമാർ, 24 കണ്ണൂർ. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായൺ ബഗേലിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം സ്ഥിരീകരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പിടിയിലായവരിൽ 4 പേർ BJP അനുഭാവികളും ഒരാൾ CITU പ്രവർത്തകനുമാണ്. ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന ഗുരുതര ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. കൊല്ലപ്പെട്ട രാംനാരായണന്റെ മൃതദേഹം ജന്മനാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും.
കേസിൽ അറസ്റ്റിലായ പാലക്കാട് അട്ടപ്പള്ളം സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, വിപിൻ എന്നിവർ BJP അനുഭാവികളാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. 4-ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണ്. കേസിൽ SC/ST പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകളും ചുമത്തും. പ്രതികൾ വടി ഉപയോഗിച്ച് മുതുകിലും തലയിലും ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാമർശിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. RSSന്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടും ക്രൂരത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അറിയപ്പെടുന്ന RSS പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചതും. പ്രതികൾക്കെതിരെ കർശന നടപടിയെന്നും പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന സംഭവമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം ആൾക്കൂട്ടക്കൊലയിലെ പ്രതികരണത്തിൽ RSS എന്ന വാക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് RSS എന്ന വാക്ക് മിണ്ടിയില്ല, ആ വാക്കേ മിണ്ടിയില്ല. പ്രതികൾ ആരെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസാണെന്നായിരുന്നു VD സതീശന്റെ മറുപടി. ഞാനല്ലല്ലോ കണ്ടുപിടിക്കുന്നത്, പോലീസാണ് കണ്ടുപിടിക്കുന്നത് RSS ആണല്ലെന്ന്. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാറില്ല. ദേശീയ തലത്തിലും ആൾക്കൂട്ടക്കൊല ചർച്ചയാക്കാനാണ് ഇടതു പാർട്ടികളുടെയും കോൺഗ്രസിന്റെയും ആലോചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സന്നിധാനത്ത് ഇന്നും വൻ ഭക്തജന തിരക്കാണ്. രാത്രി 8 മണിവരെ 83,594 പേരാണ് ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയവരുടെ എണ്ണം 10,000 പിന്നിട്ടു. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള ഘോഷയാത്ര നാളെ രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഈ മാസം 26-ന് വൈകിട്ട് ശബരിമല സന്നിധാനത്തെത്തിക്കുന്ന തങ്ക അങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടക്കും. 27-ന് തങ്ക അങ്കി ചാർത്തി മണ്ഡല പൂജയും നടക്കും. പുതുതലമുറയിലെ വധൂവരന്മാർക്കായുള്ള ഏറ്റവും പുതിയ കളക്ഷനുകളുമായി ബ്രൈഡ്സ് ഓഫ് മഹാറാണി വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ 2026 തൊടുപുഴ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിൽ തുടക്കമായി. ഫാഷൻ ഡിസൈനർ ഹരി ആനന്ദ്, മിസ് യൂണിവേഴ്സിനായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച വംശി ഉദയ് എന്നിവർ ബ്രൈഡ്സ് ഓഫ് മഹാറാണി 2026 ലോഞ്ച് ചെയ്തു. 12ഓളം ഫാഷൻ മോഡലുകൾ അണിനിരന്ന സാവരിയ സദ്രംഗ് എന്നീ ബ്രൈഡൽ ഫാഷൻ ഷോയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ബ്രൈഡ്സ് ഓഫ് മഹാറാണി ബ്രൈഡൽ ഫെസ്റ്റിവൽ 2026 ഇന്നിവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. ബ്രൈഡൽ ഫെസ്റ്റിവൽ 2026 ഭാഗമായിട്ട് നമ്മളിന്നിവിടെ സാവരിയ കളക്ഷൻസ് ഫോർ ലേഡീസ് ഫോർ ബ്രൈഡ്സ് ആൻഡ് സത്തരം കളക്ഷൻസ് ഫോർ ഗ്രൂംസ് ആണ് നമ്മളിന്നിവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളിത്രയും കളക്ഷൻസ് വരുന്നത് നമുക്ക് ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാ ഫാഷൻ ഡിസൈനേഴ്സിൻ്റെയും പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് നമുക്ക് ഈ കളക്ഷൻസ് വരുന്നത്. കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ഏതൊരു ബ്രൈഡിനും ഗ്രൂമിനും ധൈര്യസമ്മതം മഹാറാണിയെ തേടി അവരുടെ വിവാഹവസ്ത്രങ്ങൾക്കായി എത്താമെന്നും അവർ മനസ്സിലാഗ്രഹിക്കുന്ന ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വസ്ത്രം ഉറപ്പായിട്ടും മഹാറാണിയിൽ നിന്ന് അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ ഫാഷൻ ഡിസൈനേഴ്സിൻ്റെയും ബ്രൈഡൽ എക്സ്പേർട്സിൻ്റെയൊക്കെ സേവനം കൂടി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.